റോസ്റ്റായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ അടുപ്പത്തിച്ച് അതിലേക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കും. വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ ഇപ്പം സവാള വാടി വരാനുള്ള ഉപ്പ് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത്. നന്നായിട്ടൊരു വാടിയിരിക്കട്ടെ കേട്ടോ. വാടിയ പോലെ നല്ലോണം വഴഞ്ഞ് തന്നെ വരണം. നല്ല മുട്ടക്കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മുട്ടക്കറി ഉണ്ടാക്കാനും മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനൊക്കെ. ഞാൻ ഉണ്ടാക്കിയപ്പോൾ രീതി എടുത്തതാട്ടോ. ഇതൊന്ന് അടച്ച് വെച്ച് ചെറിയ തീയിൽ കിടന്നൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ വേഗം പെട്ടെന്ന് വെന്തോളൂ. പെരുംജീരകം അല്ല, ഒരു പട്ട, ഒരു ഗ്രാമ്പ്, ഒരു ഏലക്ക ഇതിടുന്നുണ്ട്. ചിക്കൻ നന്നായിട്ടൊന്ന് കുഴഞ്ഞ് കിട്ടി പെട്ടെന്ന് അടച്ച് വെച്ചതുകൊണ്ട്. ഒന്നും കൂടെ അടച്ച് വെച്ചു. വേപ്പിൻ്റെ ഇല എലിക്കുട്ടിയെ, അനക്ക് മുട്ട റോസ്റ്റാ വേണ്ടത്, പൂരിയാ വേണ്ടത്, സാമ്പാറും നെയ് റോസ്റ്റാ വേണ്ടത്? പറഞ്ഞോ. ബ്ലാബ്ലിയോ? ആയിക്കോട്ടെ, ബ്ലാബ്ലി. ഉള്ളിയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി കേട്ടോ. ഇത് കുറച്ച് മതി. കഴിയുമ്പോഴേക്ക് കൊടുക്കണ്ടേ? രമേ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പെരുംജീരകം, മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക്, മസാലയൊക്കെ ഇതിൽ കിടന്നൊന്ന് വേവട്ടെ. ഇത് വെന്തിട്ട് തക്കാളി ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ മസാല വേവില്ല. നല്ലവണ്ണം വരുന്നുണ്ട്. അടുത്ത് 2 തക്കാളി കുഞ്ഞായിരുന്നതാട്ടോ, കുഞ്ഞി. ഈ തക്കാളി ഇതേപോലെ തന്നെ നന്നായിട്ട് കുഴഞ്ഞ് കിട്ടണം. നല്ലോണം വാട്ടി കഴിഞ്ഞിട്ട് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. ഉപ്പുണ്ടോ നോക്കട്ടെ. ഉപ്പ് കുറവാണ്.
അടച്ച് വെക്കട്ടെ കേട്ടോ. ഒന്നും കൂടി അടച്ച് വെക്കട്ടെ. ചെറിയ തീയിലായിട്ട് അടച്ച് വയ്ക്കുന്നതൊക്കെ. അപ്പം എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് വന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചൂടാക്കിയ വെള്ളം കേട്ടോ, അത് തിളച്ച വെള്ളമാണ്. ഇനി നമുക്കതിലേക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കാം. ഒക്കെ ഉണ്ട്, പുളിയൊക്കെ ഉണ്ട്, തക്കാളീൻ്റെ പുളിയൊക്കെ നന്നായിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളക്കട്ടെ. ഞാൻ പൂരിക്കുള്ള കറി കേട്ടോ അത് ഉണ്ടാക്കണതേ. ഇപ്പം നല്ലപോലെ തിളച്ചു. നമുക്ക് അതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം. 10 മുട്ട കേട്ടോ, 8. എല്ലാവർക്കും മുട്ട നന്നാക്കി കഴിക്കാൻ. ഗൗരിക്കുട്ടിക്ക് 2 മുട്ട. മസാലയിലിട്ട മുട്ട ഗൗരിക്കുട്ടി കഴിക്കുമല്ലോ അല്ലേ ഗൗരിക്കുട്ടിയെ? ഇത് തിളച്ച് ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് പാകമായിട്ട് വരട്ടെ. മുട്ടയൊക്കെ ഞാൻ നന്നായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ മുട്ടകൾ എന്താണ് വട്ടം പോലെ നിക്കണേ? അച്ഛമ്മ വട്ടത്തിലിട്ടിട്ട് എന്തിനാ? വെറുതെ ഒരു രസല്ലേ? അയ്യോ മുട്ട അത്തുപോയി, രക്ഷിക്കേ. മുട്ടേനെ രക്ഷിക്കില്ലേ? നമുക്കത് ലേശം മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. ഉണങ്ങി തുങ്ങിയ മല്ലിയല്ലേ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ മുട്ടക്കറി കേട്ടോ. അപ്പോൾ പൂരി മുട്ടക്കറിയും കഴിക്കണം കാണട്ടെഞ്ഞ് ഓഫാക്കാണ്. മുട്ട റോസ്റ്റല്ല, മുട്ടക്കറി തന്നെ ആയിട്ടുണ്ട് കേട്ടോ. റോസ്റ്റ് ആക്കണമെങ്കിൽ അതൊന്നും കൂടി വറ്റിച്ചെടുക്കണേ. വറ്റിച്ചെടുത്താൽ പൂരിക്ക് കറി ഉണ്ടാവില്ല. പൂരിക്ക് കറി വേണ്ടവർക്ക് വേണമെങ്കിൽ കഴിക്കാൻ. അവിടുത്തെ അച്ഛന് നല്ല കറി വേണം. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഉണ്ടോ, അടിപൊളി മുട്ടക്കറി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പറയുന്നല്ല, അങ്ങനെ ഇതേ രീതിക്ക് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. എല്ലാവർക്കും മുട്ട റോസ്റ്റ് മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കാൻ അറിയും. പക്ഷേ ഞാനിന്ന് ഉണ്ടാക്കിയപ്പോൾ അത് നല്ല ടേസ്റ്റ്. സൂപ്പർ, അടിപൊളി. ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ പറയാല്ലേ, അല്ല നോക്കുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവരും ലൈക്ക് അടിക്കാനും മറക്കരുത് കേട്ടോ കുട്ടികളെ. പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒരു സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.